ഗണപതിയെ തുണയേകണേ അയ്യപ്പ സ്വാമിയെ കാണാൻ തുണയേകണേ പമ്പാ ഗണപതിയെ തുണയേകണേ അയ്യപ്പ സ്വാമിയെ കാണാൻ തുണയേകണേ വലം വെച്ചു നാളികേരം ശനിയടിച്ചിറങ്ങുന്നു വിഘ്നങ്ങൾ തീർക്കണേ ഗണേശ്വര വിഘ്നങ്ങൾ തീർക്കണേ ഗണേശ്വര പമ്പാ ഗണപതിയെ തുണയേകണേ അയ്യപ്പ സ്വാമിയെ കാണാൻ തുണയേകണേ മൂഷികവാഹന മോദകപ്രിയ നിന്നെ തൊഴുതിടുന്നേ ഗണേശ നിന്നെ തൊഴുതിടുന്നേ വിഘ്നങ്ങളെല്ലാം തീർത്തുതന്നിടണേ ജ്ഞാനസ്വരൂപനല്ലേ ഗണേശ നിന്നെ തൊഴുതിടുന്നേ ഏതോ വേറെണ്ണം പോയി ഈശ്വര. അപ്പൊ ശാമ്പറാണത്തിൽ ലാഭമായി. കൊള്ളാം. പാക്കരൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് കട, 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പാരമ്പര്യമുള്ള പാക്കരൻ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ കട. ഇത് എൻ്റെ അച്ഛൻ്റെ കടയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു ആഗ്രഹമായിരുന്നു ഈ കട പൂട്ടല്ലേ 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 എന്ന്. അച്ഛൻ മരിച്ച ശേഷം പണി അറിഞ്ഞുകൊടുത്ത ഞാൻ ഈ കട ഏറ്റെടുത്ത് ഈ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും ഈ കടയിലുണ്ട്. ഇവിടുന്ന് ഒരു സാധനം നന്നാക്കി അങ്ങോട്ട് പോകണില്ല. ഇവിടെ ഒരു പണിക്കാരനുണ്ട്, പണിയാരാന്നുള്ള ഒരു പണിക്കാരനുണ്ട്. ആ പണിക്കാരനാണ് ഈ സമയത്തിന് ഈ കടയിൽ വരെയില്ല. അഥവാ അവൻ വന്നു കഴിഞ്ഞാ അവന്റെ ജാട കാണണം. ഞാൻ തൊഴിലാളി, അവൻ മുതലാളി. കണ്ട എല്ലാം വലിച്ചുവാരിട്ടിങ്ങനെ കണ്ട. മിക്സി ഇരിക്കേണ്ട മിക്സി ഇവിടെയാണ് ഇരിക്കേണ്ടത്, മിക്സി ഇവിടെ അല്ലേ ഇരിക്കേണ്ടത്. അവൻ വലിച്ചാരി വെച്ചിങ്ങനെ. ഈശ്വര, ഇന്ന ജാർ ഇവിടെ അല്ലേ വെച്ചത്. ഈ കേക്കാത്ത റേഡി എന്തിനും ഇവിടെ കൊണ്ടുവച്ച പോട്ടാ അങ്ങോട്ട്. ഹലോ ശശാങ്ക, റേഡിയോ നന്നാക്കിയിട്ടുണ്ട്, പെട്ടെന്ന് വാട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. കോഴിക്കോട് ഹലോ വാൻ പറ. പ്രഭാതഭേരി. ശശാങ്കന്റെ അടുത്ത് എന്ത് ഞാൻ പറയാം, വരാനും പറഞ്ഞു അവനോ. ഇതൊക്കെ പാടം ഇവിടെ പണിക്കാരനുണ്ടെന്ന് ഇവനെയൊക്കെ. ഈ ബാഗും തൂക്കിട്ട് നീ ഏത് കോളേജിൽ ലെക്ചർ പോണത്? ലെക്ചർ ഒന്നല്ല, ഞാൻ പണിക്ക് വന്നില്ലേ. പണിക്ക് വന്നതാ? നീ പണിക്ക് വന്നത്? എന്താ താമസിച്ചാ നീ? എന്റെ പൊന്നെണ്ണ ഒന്നും പറയണ്ട. രാവിലെ ഞാൻ എന്റെ അമ്മയായിട്ട് ഐശ്വര്യമായിട്ടൊന്ന് അമ്പലത്തിൽ പോയതാ. തൊഴുതിറങ്ങി ഞാൻ എന്റെ കാറിൽ ഇങ്ങനെ വരുമ്പോ പോലീസുകാർ കൈ കാണിച്ച് ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് എന്നോട് വന്ന് ചോദിച്ചു, എന്താടാ വണ്ടിയില്? ഞാൻ പറഞ്ഞ് എന്റെ അമ്മയെന്ന്. അവന്മാര് കേട്ടത് MDMA എന്നും. വന്നില്ലേ പിടിച്ചകത്തിട്ടേ. നീ ഇന്നലെ എന്താ താമസിച്ചത്? അത് പിന്നെ എന്റെ അനിയൻ പുതിയതായിട്ട് ഒരു ജോലിക്ക് കയറുമായിരുന്നേ. അപ്പൊ അവന്റെ കൂടെ പോയതാ. എന്ത് ജോലി? അവൻ വക്കീലല്ലേ. അവൻ കോടതിയിൽ കോരമായിട്ട് വാദിക്കുമായിരുന്നു. അത് ശരി. അവൻ വാദിക്കുന്നു. അവൻ നേരെ വാദിച്ച് റിമൈൻഡ് യു സംതിങ്, ഇറ്റ് ഈസ് അൺബിറ്റബിൾ ഓഫീസർ. ഇത് കേട്ടിട്ട് ജഡ്ജി പറഞ്ഞ എന്താണെന്നറിയാമോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കോടതി പറഞ്ഞതിന് 1500 രൂപ പിഴ അടിച്ചിട്ട് വീട്ടിൽ പൊക്കോളാൻ. പിന്നെ അണ്ണ ഒരു കാര്യം അറിഞ്ഞ, നിയമസഭയിൽ സ്പീക്കർ മാറി. എന്റെ അമ്മയുടെ പിള്ളേടെ മക്കളാണ് ഞാനല്ലാതെ പണിതത്. സത്യം ഞാനല്ല പണിതത്. പത്രം വായിക്കത്തില്ല, TV കാണത്തില്ല. ഇയാളോട് ഞാൻ എന്നാ ഇതെന്തുവാണ് ഇത്? മൂക്ക് താഴെ പോയിരിക്കും അട വെച്ചേക്കണതാ. അതല്ല, മീശയുടെ ഒരു സ്റ്റൈലാണത്. സ്റ്റൈലാണല്ലേ? എന്നാലും ശരിയായി. അണ്ണാ ഒന്നീ വന്നേ. എന്താ കൈ ഒന്ന് കാണിച്ച്. എന്തോടാ കാണിച്ചത്? തേപ്പെട്ടി വർക്കാണെന്നുണ്ടോ നോക്കിയതാ. അങ്ങനെയാണെങ്കിൽ മിക്സ് നന്നാക്കാൻ വേണ്ടി നീ അതിനകത്തിട്ട് കറക്കി നീ കുടിക്കലോടാ. നീ ചെയ്തെന്നൊക്കെ ഇരിക്കും. നീ പോയി പണിയടാ. നീ നിന്റെ അമ്മോ ഗുണ്ടസൂകു. അതിന് നിങ്ങൾ എന്തിനു പേടിക്കുന്നു? അവൻ നന്നാക്കാനൊന്നും കൂടെ തന്നിട്ടില്ലല്ലോ. മിക്സി തന്നോ? എന്റെ അമ്മ അന്ന ഇന്ന് ഇടി ഉറപ്പാ. നീ നന്നാക്കിയാ? ഞാൻ നന്നാക്കിയില്ല, നിങ്ങൾ നന്നാക്കിയാ? ഞാനും നന്നാക്കിയില്ല. മേടിച്ച് കെട്ടിക്കോ. എന്റെ ദൈവം ഇപ്പൊ എന്ത് എവിടെ വിളിക്കണ്ടോ?
ഇതന്നെ ഇത് ഇക്കിള്. ഇത് മാറാൻ വഴിയൊന്നുമില്ലേ? മാറ്റാം. ഇക്കിളും ഞാനും ഒക്കെ പോയി ഇക്കിൾ ഇവിടെ നിന്ന് ഞാനിങ്ങ് പോയി ഇക്കിളും ഞാനും ഒക്കെ പോയി ഇക്കിളും ഞാനും അക്കരെ പോയി ഇക്കിൾ ഇവിടെ നിന്ന് ഞാനിങ്ങ് പോയി. ഞാനിവിടെ തന്നാക്കുന്ന മിക്സി എന്തിടാ എന്തുവാടാ കൂട്ടി കിടക്കുന്ന ലവ് ബേഴ്സോ? എടാ ഞാൻ നന്നാക്കുന്ന മിക്സി എന്തിനാ കുഞ്ഞുകളി? ആ മിക്സി എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നതാ. ഓർമ്മയ്ക്കായിട്ട് കൊണ്ടു നടക്കണ? അതെ. അച്ഛൻ എന്ത് പറ്റി? പറഞ്ഞുതരാം. എന്റെ അച്ഛന് കൂപ്പിലായിരുന്നു പണി. ഒരു ദിവസം അച്ഛൻ കൂപ്പി പണിഞ്ഞോണ്ടിരിക്കുമ്പോൾ അച്ഛൻ തല ഇറങ്ങി അങ്ങ് വീണു. കൃത്രിമ ശ്വാസം കൊടുത്തു. അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. അതെങ്ങനെ ഒരാൾക്ക് കൃത്രിമ ശ്വാസം കൊടുക്കുമ്പോ മരിച്ചു പോണത്? എടാ അച്ഛന് കൂപ്പിലല്ലായിരുന്നു പണി. കൃത്രിമ ശ്വാസം കൊടുക്കാൻ ഓടി വന്നത് അവിടെ നിന്ന് ആനയായിരുന്നു. ആന കൃത്രിമ ശ്വാസം കൊടുത്ത് എന്റെ അച്ഛൻ ഹൈഡ്രജൻ ബലൂൺ പോകുന്ന നടക്കൊരു പോക്ക് പോയടോ. ചേട്ടാ വിഷമിക്കണ്ട, കമ്മലിട്ടാലും പോയാൽ കടുക്കലിട്ടാലും വരും. ചേട്ടൻ നല്ലൊരു തന്ത കിട്ടും. എന്റെ മിക്സി ഇതാണ് മിക്സി. ഇവിടെ ഇരുത്താണ് മിക്സി. അല്ല ഓണക്കണ്ട് വീട്ടിൽ കൊണ്ടൊന്ന് ഇക്കിള് ഞാൻ ഒക്കെ പോയി ഇക്കിളെ മലയാളി ശരിയാക്കുന്ന കണ്ടായിരുന്നു. ഓണക്കിട്ടല്ലേ കാണേറ. ശരിയായി. ഇലക്ട്രോണിക്സ് മെക്കാനിക്കുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത പാരമ്പര്യം. 30 വർഷത്തെ പാരമ്പര്യം ശരിയായിട്ട് കൊണ്ടുപോയി. ചേട്ടാ പോവല്ലേ, ഒരു മിനിറ്റ് ഒരു ഫോട്ടോ എടുത്തോട്ടെ. നീ ഇപ്പൊ ഫോട്ടോ എടുത്തു വെച്ചേ? ജീവിതത്തിൽ ആദ്യമായിട്ടാ ചേട്ടാ ഈ സ്ഥാപനത്തിൽ നിന്ന് ഒരാൾ സന്തോഷപൂർവ്വമായിട്ട് ഒരു സാധനം കൊണ്ടുപോകണം. അല്ല ചുമ്മാ ഇഷ്ടം പോലെ കൊണ്ടുപോകണത്. അങ്ങനെ മിക്സിയുടെ കാശ് തന്നില്ലടാ. ഈ സ്ഥാപനം കൊണ്ട് അരി മേടിച്ച് ജീവിക്കാന്ന് എനിക്കും വിചാരമില്ല. കാണൂല കേട്ടാ, മനസ്സിലായി. ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കുകയാണ്. അതെന്തോടാ മൂലച്ചാരി ഇങ്ങനെ കറുത്ത സാധനം? അത് മനസ്സിലായില്ലേ? ട്യൂബ്. ട്യൂബാ? അപ്പൊ ഇവിടെ പണിയാൻ കൊണ്ടുവന്ന ട്യൂബ്? പേടിക്കണ്ട, പണിയാൻ കൊണ്ടൊന്നല്ല. എന്റെ അനിയൻ ഗൾഫിലാ. അവൻ എനിക്ക് അയച്ചു തന്ന ട്യൂബ് വെറും ട്യൂബല്ല, 8000 രൂപയുടെ ട്യൂബാണിത്. പക്ഷേ എനിക്ക് ഇട അറിഞ്ഞൂടാ. എടാ നാണക്കേടല്ലടാ, നീ ഇവിടെ പ്രധാനപ്പെട്ട മെക്കാനിക്കല്ലേ? ഇത് ആരെങ്കിലും കേട്ട നാണക്കേടല്ലേ? ഒരു ട്യൂബ് ഇവിടെ അറിഞ്ഞൂടാ പറഞ്ഞ ഒരു കാര്യം ഞാൻ എനിക്ക് നോക്കട്ടെ. ഇതെങ്ങനെ ഇടുന്നു ഞാൻ പറഞ്ഞുതരാം. ട്യൂബ് കൈ വെച്ചോ. എടാ ആദ്യം നമ്മൾ ശരിയാണ് കേട്ടോടേ, 8000 രൂപയുടെ ട്യൂബാണ് കേട്ടോ. ഇവിടത്തെ പോലെ ട്യൂബല്ല കേട്ടോ. ഇത് ഇടണമെങ്കിലുണ്ടല്ലോ നമ്മളിത് ആദ്യം ഇങ്ങോട്ട് നീങ്ങില്ല, ഇതിനകത്തോട്ട് സൂക്ഷ്മതയോടെ കയറ്റണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇതിന് നമ്മൾ ഇവിടെ വെച്ച് സൂക്ഷ്മതയോടെ പതുക്കെ കയറ്റിട്ട് ടെൻഷൻ അടിക്കല്ലേ, തിരിച്ചിങ്ങനെ വെച്ചിട്ട് ഞാൻ നിന്റെ ആശാനാണ്. ആശാനെ അച്ഛനെ പോലെ കാണണം. അച്ഛനെ തെറി പറയരുത്. ഒരു 3000 രൂപയുണ്ട്. അടുത്ത് ശമ്പളം കിട്ടുമ്പം ബാക്കി തരാം. പണി പോലീസുകാരല്ലേ പറഞ്ഞത്? അതിന് നിങ്ങൾ എന്തിനു കഷ്ടപ്പെടുന്നത്? അയാളുടെ ഒരു സാധനം ഇവിടെ നന്നാക്കാൻ തന്നിട്ടില്ലല്ലോ. വാഷിംഗ് മെഷീൻ നന്നാക്കുന്ന ചുമ്മാ ഇഴി മേടിച്ച് കൂട്ടാനായിട്ട് എന്തിനൊക്കെ മേടിച്ചത്? ഇവിടെ വിളിക്കൂടാ. നീ നന്നാക്കിയില്ല, ഞാനും നന്നാക്കിയില്ല. ഇവിടെ എവിടെ പോയി വിളിക്കട്ടാ? ഞാൻ ഈ മിക്സിക്കകത്ത് ഒഴിക്കാം. ഞാൻ എന്ത് പറയും? നമസ്കാരം. എവിടെ കാണാനില്ലല്ലോ? ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ ഡൽഹി വരെ പോയായിരുന്നു. എന്നാ രാഷ്ട്രപതി മെഡൽ മേടിച്ചു. തിരിച്ചു കൊടുത്തില്ല. എന്നിട്ട്
എടാ മൺചട്ടി ഇത് തിരിച്ചു കൊടുക്കേണ്ടതല്ല. പിന്നെ? ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. ആണല്ലേ? എന്റെ ആശാന തേടാ. ലീവില ലീവില. എടാ ഞാൻ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ നന്നാക്കാൻ കൊടുത്തിട്ട് 2 മാസമായി. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോ ഇത് അടച്ചിട്ടേക്കുമായിരുന്നു. മെനഞ്ഞാന്ന് ഞാൻ വന്ന് അന്നേരം ഇത് അടച്ചിട്ടേക്കുമായിരുന്നു. പിറ്റേന്ന് തുറന്നിട്ടുണ്ടായിരുന്നു. എടാ ഞാൻ വന്നതിന്റെ അടച്ചിട്ടേക്കുമായിരുന്നു. സാറ് വന്ന് പോയി കഴിഞ്ഞ് തുറന്നായിരുന്നു. എടാ ഞാൻ വരുന്നതിന്റെ തുറന്നാലെന്താ? സാറ് കട തുറക്കുമ്പോ സാറ് വന്നാൽ എന്താ കുഴപ്പം? ഇപ്പൊ കട തുറന്നേക്ക് വന്നു. അതെ. അങ്ങനെ അവിടെ കേട്ടോ. അങ്ങനെ എന്റെ വാഷിംഗ് മെഷീൻ നന്നാക്കി വെച്ചേക്കോളൂ. നന്നാക്കിയോന്ന് ചോദിച്ചാ ചോദിച്ചാ ഇത് നന്നാക്കി വെച്ചേക്കോട്ടാ. നന്നാക്കി വെച്ചേക്കുക. എന്നാ എടുക്ക, ഞാൻ കൊണ്ടുപോവാം. കൊണ്ടുപോകുന്നു. ഞാൻ കൊണ്ടുപോകണം. അല്ല, 2 മാസമായില്ലയോ എനിക്ക് കൊണ്ടുപോകണം. നീ അത് ഓണാക്കി കാണിച്ചു. അല്ല, ഓണാക്കണ്ട. ഞാനും ആശാനും കൂടെ ഇത് വൈകുന്നേരം അവിടെ കൊണ്ട് തരാം. നീ ആശാനും കൂടെ വൈകുന്നേരം അവിടെ കൊണ്ട് തരണ്ട. നീ ഇപ്പൊ ഓണാക്കി, ഞാൻ കൊണ്ടുപോകണം. അല്ല, ഞാൻ വൈകുന്നേരം തന്നാ പോരെ. വേണ്ടെന്ന് നീ അത് ഓണാക്കടാ, എനിക്ക് കൊണ്ടുപോകണമെന്ന്. ദൈവമേ, ഇടിയും പെരുന്നാൾ ഒന്നിച്ചാണല്ലോ ഇത്. ഓണാക്ക, ഓണാക്കുവാന്നേ. ഓണാക്ക്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ സംഭവം ഓണാകത്ത്. പാക്കരൻ ഇലക്ട്രോണിക്സ് 30 ദിവസത്തെ സർവീസ് ആണ്. എന്തായാലും അത് ഓണായ സ്ഥിതിക്ക് ഇനി ഇത് ഇവിടെ വെച്ചോണ്ടിരിക്കുന്നില്ല, കൊണ്ടുപോവാം. നീ ഒരു കാര്യം ഇതൊന്ന് പൊക്കാസാക്കി ആ വണ്ടി എടുത്തോട്ട്. അല്ല, വൈകുന്നേരം ഞങ്ങൾ ആപ്പയിൽ കൊണ്ട് വീട്ടിൽ തന്ന ആ ഒരൊറ്റ ഇനി ഇത് ഇവിടെ വെച്ചേക്കുന്നില്ല, കൊണ്ടുപോവാ. പിടിക്കണം സാറേ, ഞാൻ പറയുന്നത് കേൾക്ക്. എന്റെ പറയുന്നു. ചില്ലു ചില്ലും ചില്ലു ചില്ലും ചില്ലു കിളിമര തോണി. ഇല്ല, വേദനിപ്പിക്കല്ലേ. സാറേ, ഉപദ്രവിക്കരുത്. 2 മാസം കഴിഞ്ഞ് ഞാൻ കൊണ്ട് അങ്ങോട്ട് തരാം. അപ്പൊ ഈ 2 മാസം എന്റെ വീട്ടിൽ തുണി അലക്കണ്ടേ? 2 മാസം ഞങ്ങൾ വന്ന് നിങ്ങളുടെ തുണി മുഴുവൻ അലക്കി തരാം.